നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മുടെ അവസ്ഥകളെ തീരുമാനിക്കുന്നത്, നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ തീരുമാനിക്കുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ്. എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് സ്പർശിക്കുന്നു, എന്ത് നമ്മൾ രുചിക്കുന്നു, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളുടെ ഇന്നത്തെ അവസ്ഥകളെ തീരുമാനിക്കുന്ന പോലും നമ്മുടെ റിയാലിറ്റി, യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സെൻസസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ സെൻസസ് ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനും കഴിയത്തില്ല. അതേസമയം തന്നെ ആത്മീയ മണ്ഡലങ്ങളെ, ആത്മീയ കാര്യങ്ങളെ തിരിച്ചറിയുന്നതിനും അതിനെ പെർസീവ് ചെയ്യുന്നതിനും പലപ്പോഴും ഈ സെൻസസ്, ഇതേ ഇന്ദ്രിയങ്ങൾ തന്നെ തടസ്സമാകാറുമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് 5 സെൻസുകളുണ്ട്, 5 ഇന്ദ്രിയങ്ങളുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. പലപ്പോഴും ആത്മീയ മണ്ഡലങ്ങളെ, ആത്മീയ കാര്യങ്ങൾ, ദൈവമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രോമിസുകൾ, ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുമായി കണക്ട് ചെയ്യുമ്പോൾ, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രവചന വാക്കുകളുമായി കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതേ ഇന്ദ്രിയങ്ങൾ തന്നെ നമുക്ക് തടസ്സം ആകാറുണ്ട്. പലപ്പോഴും പലരും അങ്ങനെയാണ്, ദൈവത്തെ തങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനായി ശ്രമിക്കും. ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും തൊട്ടും കണ്ടുമൊക്കെ അറിയാനായി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ പലപ്പോഴുമല്ല, ഒട്ടുമിക്ക പ്രാവശ്യവും നമ്മൾ പരാജയപ്പെടാറുണ്ട്. പക്ഷേ നമുക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ, ദൈവത്തെ അടുത്തറിയുവാനായി നമുക്കൊരു 6th സെൻസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഒരു 5 സെൻസ് നമുക്ക് സാധാരണ ഇതിലുണ്ട്, 5 ഇന്ദ്രിയങ്ങളുണ്ട്, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നവയാണ്. എന്നാൽ ദൈവമായുള്ള ബന്ധത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു സെൻസ് ഉണ്ട്. നമുക്ക് ഈ 5 സെൻസ് ഉപയോഗിച്ച് ഈ ഭൂമിയിലെ ഭൗതികമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സെൻസുകൾ ഉപയോഗിച്ച്, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ദൈവിക കാര്യങ്ങളും ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 6th സെൻസിൻ്റെ പേരാണ് ഫെയ്ത്ത്, വിശ്വാസം. ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് 6ാമത്തെ സെൻസാണ്, 6th സെൻസാണ്. ഇത് നമ്മെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ വളരുവാൻ, ദൈവത്തെ അറിയുവാൻ ഇത് സഹായിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗാഡ് വിത്തൗട്ട് ഫെയ്ത്ത്. ഇംപോസിബിൾ എന്ന് വെച്ചാൽ സാധ്യമല്ല. ദൈവത്തെ വിശ്വാസം കൂടാതെ പ്രസാദിപ്പിക്കുവാൻ ബുദ്ധിമുട്ടാണെന്നല്ല, ഇറ്റ്സ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്, അത് പ്രയാസമാണെന്നോ ബുദ്ധിമുട്ടാണോ എന്നല്ല, ഇറ്റ് ഈസ് ഇംപോസിബിൾ, സാധ്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവമായുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ വിശ്വാസം കൂടാതെ ഇറ്റ് ഈസ് ഇംപോസിബിൾ, സാധ്യമല്ല. നമുക്ക് ദൈവമായുള്ള കാര്യങ്ങൾ, എന്ത് കാര്യത്തിൽ നമ്മളുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആകണമെങ്കിലും, അത് കാണണമെങ്കിലും നമ്മൾ അതിനെ വിശ്വാസവുമായി മിക്സ് ചെയ്യണം, വിശ്വാസവുമായി കണക്ട് ചെയ്യണം. ഒരു വചനം വായിക്കാം, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന് 2ാമത്തെ വാക്യം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. അവരെ പോലെ, ആരെ പോലെ? മോശെ നയിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളെ പോലെ നാമും ഒരു നല്ല വർത്തമാനം കേട്ടവർ ആകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. നാമും അവരെ പോലെ ഒരു ഗുഡ് ന്യൂസ്, ഒരു സുവിശേഷം കേട്ടവരാണ്. എങ്കിലും അന്ന് കേട്ടവരിൽ, അവരിൽ വിശ്വാസമായത് പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവിടെ ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, they didn't join their faith. മറ്റൊരു വർഷം പറയാൻ, they didn't mix their faith. അവരുടെ വിശ്വാസവുമായി ജോയിൻ ചെയ്യാത്തതിനാൽ, മിക്സ് ചെയ്യാത്തതിനാൽ അവർക്കത് പ്രയോജനപ്പെട്ടില്ല. കേട്ട വചനത്തെ വിശ്വാസവുമായി മിക്സ് ചെയ്യാതെ അവരുടെ ഇന്റലക്ച്വലുമായി അവർ മിക്സ് ചെയ്തു. എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് തൊടാൻ പറ്റുന്നു, ചുറ്റുമുള്ള സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്ത് അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ ദൈവം കൊടുത്ത പ്രോമിസ്, ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രയോജനം ചെയ്യാതെ പോയി. നാം അവരെ പോലെ ആകരുത്. നാം ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുമ്പോൾ വിശ്വാസവുമായി കണക്ട് ചെയ്യണം. അതായത് ദൈവത്തിൻ്റെ വചനം എപ്പോഴൊക്കെ പ്രസംഗിക്കപ്പെടുന്നു, എപ്പോഴൊക്കെ നിങ്ങൾ കേൾക്കുന്നോ, അത് നിങ്ങൾ വചനം വായിക്കുമ്പോഴായിക്കോട്ടെ, ഒരാൾ പ്രസംഗിക്കുമ്പോഴായിക്കോട്ടെ, ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു റോളുണ്ട്, നിങ്ങൾക്ക് അതിനകത്തൊരു പാർട്ടുണ്ട്. യു ഹാവ് എ പാർട്ട് ടു പ്ലേ. എന്താണ്? നിങ്ങൾ വിശ്വാസത്തിൽ
അതിനെ മിക്സ് ചെയ്യണം, വിശ്വാസത്തോടെ അതിനെ കണക്ട് ചെയ്യണം. ഞാൻ എങ്ങനെയാണെന്നാണ് അതിനെ ഒന്ന് വിശദീകരിക്കാനായിട്ട് പോവാം. റോമലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ റൈറ്റിയസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവം പറഞ്ഞത്. നീതിമാൻ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യ ലേഖനത്തിൽ പറയുകയാണ്, കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ്. എന്ന് വെച്ചാൽ കാഴ്ച എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പെർസീവ് ചെയ്യുന്നുണ്ടോ അതുപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് നാച്ചുറൽ ലൈഫ്. എന്നാൽ സൂപ്പർ നാച്ചുറൽ ലൈഫ് അല്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്തുള്ള ഒരു ജീവിതമുണ്ട്. അതിന് വിശ്വാസത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടാകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് അവിശ്വാസമല്ല, വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് കാഴ്ചയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നമ്മോട് സംസാരിക്കുന്ന വാട്ട് വി ഫീൽ. അതുകൊണ്ടാണ് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസം. കാണുന്നത് വെച്ചല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയുന്ന വെച്ചല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്ന വെച്ചല്ല ജീവിക്കുന്നത്. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അത്രേ നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരിക്കലും ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് ദൈവം തന്ന പ്രോമിസുകളെ, വാഗ്ദത്തങ്ങളെ ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് റീസൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ ചിന്തിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒത്തിരി അറിവുള്ളവർ, ഒത്തിരി ബുദ്ധിയുള്ളവർ പലപ്പോഴും ദൈവത്തിന്റെ മിറക്കിൾസിനെ സ്വീകരിക്കാൻ പുറകോട്ട് പോകും. കാരണം എപ്പോഴും അവരുടെ ലോജിക്ക് ആക്റ്റീവാണ്. ദൈവത്തിന്റെ ഒരു പ്രോമിസ് കേൾക്കുമ്പോൾ അവർ ആദ്യം ലോജിക് കൊണ്ട് ചിന്തിക്കും, നടക്കാൻ സാധ്യതയുണ്ടോ, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെയെങ്കിലൊക്കെ സാധ്യതയുണ്ടോ, മുൻകാല പ്രസിഡൻസ് ഉണ്ടോ, എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. ദൈവത്തിന് നന്ദി, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവ് എന്നാണ് വചനം പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷ് വശം പറയുന്നത് ഹീ ഈസ് അവർ എക്സാമ്പിൾ ആൻഡ് ഫാദർ എന്നാണ്. അവൻ നമുക്കൊരു മാതൃകയാണ്, നമ്മുടെ പിതാവാണ്. അബ്രഹാം നമുക്കൊരു മാതൃകയാണ്. പക്ഷെ അബ്രഹാമിനൊരു മാതൃകയില്ലായിരുന്നു, അബ്രഹാമിനെ കണ്ടുപിടിക്കാൻ ഒരു മാതൃകയില്ലായിരുന്നു. പക്ഷെ അബ്രഹാം വിശ്വാസത്താൽ ജീവിച്ചു. അപ്പൊ നമുക്ക് അബ്രഹാമിൽ നിന്ന് പഠിക്കാനുണ്ട്. നമുക്ക് വിശ്വാസം പഠിക്കുവാനായി കഴിയും. കാരണം വചനം പറയുന്നു, ഹീ ഈസ് അവർ എക്സാമ്പിൾ. എക്സാമ്പിൾ എന്തിനാ? കണ്ടുപഠിക്കാനാ. നമുക്ക് അബ്രഹാമിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാനായി കഴിയും. എന്ന് വെച്ചാൽ വിശ്വാസം നമ്മുടെ ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കാനായി കഴിയും. ശ്രദ്ധിച്ചിരിക്കുക. പലപ്പോഴും നമ്മുടെ റീസണിങ്സ്, അതായത് എങ്ങനെ 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 ഇത് പലപ്പോഴും നമ്മെ പല പ്രോമിസുകളിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യാൻ തടയും. അതായത് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിൽ നിന്നും തടയാൻ സാധ്യത. ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് എങ്ങനെ വിശ്വാസത്താൽ ജീവിക്കാം. ഹല്ലേലൂയ. എങ്ങനെ വിശ്വാസത്താൽ ജീവിക്കാം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോവാണ്. റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്. കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്. അവിടെ വായിച്ച മോനെ, ജഡത്തിന്റെ ചിന്തയോ മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. ഈ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് പാപം മാത്രമല്ല. ഈ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസസ് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്, ഇറ്റ് വിൽ ലീഡ് ടു ഡെത്ത്. നമ്മുടെ കണ്ണെന്ത് പറയുന്നോ അതനുസരിച്ച്, നമ്മുടെ ഫീലിങ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മളെ ലീഡ് ചെയ്യുന്നത് മരണത്തിലേക്കാണ്. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, അതുകൊണ്ടാണ് റോമലേഖനം 8 പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ അത്രേ ദൈവത്തിന്റെ മക്കൾ. ദ മെച്ചുവേർഡ് സൺസ് ഓഫ് ഗോഡ്. മെച്ചുറായ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നവർ അവരെന്ത് കാണുന്നു വെച്ചല്ല ജീവിക്കുന്നത്, എന്ത് ബാങ്ക് അക്കൗണ്ടിലുള്ള നോക്കിയല്ല ജീവിക്കുന്നത്. അവർ നോക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ടാണ്. വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്. അപ്പോ ജഡപ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ജഡപ്രകാരം നടക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നേരത്തെ പറഞ്ഞു, ഹീബ്രൂസ് 11:6 പറയുകയാണ്, വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. ഇവിടെ പറയാണ്, ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ
കഴിയത്തില്ല. എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജഡത്തിൽ നടക്കുക. ഹല്ലേലൂയ. അതായത് നമ്മുടെ ബോഡി നമ്മോട് എന്ത് പറയുന്നു? ഐ ആം ഫീലിംഗ് സിക്ക്, ഐ ആം ഫീലിംഗ് ടയേർഡ് എന്ന് ബോഡി പറയുമ്പോൾ അതനുസരിച്ച് ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കാർണലി മൈൻഡഡ്. അത് ദൈവത്തിന് പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമല്ല. നമ്മെ ആത്മ മനുഷ്യൻ പറയുകയാണ് യു ആർ ഹീൽഡ്, നീ ഓൾറെഡി സൗഖ്യമായിരിക്കുകയാണ്, നിന്നെ ദൈവം സൗഖ്യമാക്കിയിരിക്കുകയാണ്. 2000 വർഷങ്ങൾ മുമ്പേ ഒരു പ്രവചന നിവൃത്തിയാണ്, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ആത്മ മനുഷ്യൻ പറയുകയാണ് ഐ ആം ഹീൽഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് ശുഭമായിരിക്കുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. നിങ്ങളുടെ ബോഡി നിങ്ങളോട് പറയുന്ന അനുസരിച്ച് നടക്കരുത്, നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ ബോഡി നടക്കണം. ഹല്ലേലൂയ. ക്ലിയർ ആയില്ല? അതായത് നിങ്ങൾ സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യമായോ ഇല്ലയോ എന്ന് ബോഡി നിങ്ങളോട് പറയണ്ട, നിങ്ങൾ ബോഡിയോട് പറയണം ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സെൻസ് നമ്മുടെ ഫീലിങ്സ് പറയും, വേദന പറയും, സൗഖ്യമായിട്ടില്ല. ഇറ്റ് ഈസ് വെരി ടെമ്പററി. വചനം പറയുകയാണ്, കൊരിന്ത്യർ ലേഖനം ഇങ്ങനെ പറയുന്നു, കാണുന്നത് 2 കൊരിന്ത്യർ 4:18 കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമായിരിക്കുന്നു. കാണുന്ന മുഴ താൽക്കാലികമാണ്, കാണുന്ന വേദന താൽക്കാലികമാണ്, പക്ഷെ കാണാത്ത സൗഖ്യം അത് നിത്യമായതാണ്. ഹല്ലേലൂയ. നീ ഇന്ന് കാണുന്നില്ല എന്ന് വെച്ചിട്ട് അത് doesn't exist എന്നല്ല, നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ല എന്നല്ല. വചനം പറയുന്നു കാണുന്നില്ല എന്നേ ഉള്ളൂ. The things unseen എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ സാധനം ഇല്ല എന്നല്ല, അത് കാണുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാ കാണുന്നേ? കണ്ണുപയോഗിച്ചാൽ കാണുന്നത്. ശരിയാ. കണ്ണ് മാത്രം ഉണ്ടായാൽ കാണാൻ പറ്റുമോ? കണ്ണുണ്ടായാൽ കാണാൻ പറ്റുമോ? കാഴ്ച വേണ്ടേ? കണ്ണുണ്ടായാൽ കാണാൻ പറ്റുമോ? കണ്ണെല്ലാവർക്കും ഉണ്ട്, കാഴ്ച വേണം അല്ലേ? കാഴ്ച ഉണ്ടായി കാണാൻ പറ്റുമോ? കാഴ്ച മാത്രം മതിയോ? നിങ്ങളൊരു മുറിക്കകത്ത് കയറി കുറ്റ കൂരിട്ടാണ്, വെളിച്ചമില്ല, കാണാൻ പറ്റുമോ? കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, കാണാൻ പറ്റുമോ? അപ്പൊ എന്താ നമ്മളെ സഹായിക്കുന്നേ? വെളിച്ചം. വിത്തൗട്ട് ലൈറ്റ് there is no vision. സംഗീതക്കാരൻ പറയാണ്, the entrance of your word gives light. നിന്റെ വചനത്തിന്റെ എൻട്രൻസ്, എന്റെ അകത്തേക്കുള്ള പ്രവേശനം, അത് ലൈറ്റ് നൽകുന്നു, പ്രകാശം നൽകുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത് പുതിയൊരു കണ്ണും പുതിയൊരു കാഴ്ചയുമല്ല, ലൈറ്റാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം, ഫ്ലഡഡ് വിത്ത് ലൈറ്റ്. പുതിയ കണ്ണ് വേണ്ട, കണ്ണുണ്ട്, കാഴ്ചയും ഉണ്ട്, ലൈറ്റ് വേണം. ദ റെവലേഷൻ ലൈറ്റ്. ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള വെളിപ്പാട് നിന്റെ അകത്ത് വരുമ്പോൾ നിനക്കതിനകത്തൊരു വെളിച്ചം കിട്ടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് വെളിച്ചം. യേശു പറഞ്ഞു ഐ ആം ദ ലൈറ്റ്. യേശുവിനെ അറിയുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും ഈ കാഴ്ച വരികയാണ്. കണ്ണു തുറന്ന് ഞാൻ കാണുകയാണ്, ഞാൻ സൗഖ്യമായിരിക്കുന്നു. അതായത് ഇന്നിവിടെ കാണുന്ന രോഗത്തിന്റെ അവസ്ഥ ഞാൻ കണ്ണു തുറന്ന് കാണുകയാണ്, ഐ ആം ഓൾറെഡി ഹീൽഡ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോ നേരത്തെ പറഞ്ഞു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു പ്ലീസ് ഗോഡ്. വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വളരെ സിമ്പിളാണ്. ഇബ്രാഹിം 11 അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഒത്തിരി പേരെ പേരെടുത്ത് ദൈവം പറയുകയാണ്. വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ, വിശ്വാസത്താൽ നോവ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ രാഹാബ്, ഒത്തിരി പേരുടെ പേരെടുത്ത് പറയുന്ന കാണാൻ പറ്റും. ഇവരെല്ലാവരും പെർഫെക്റ്റ് ആണോ? ഇവരെല്ലാവരും നല്ലവരായിരുന്നോ? ഇവരെല്ലാം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നോ? വാട്ട് പ്ലീസസ് ഗോഡ്? their faith. അവരുടെ വിശ്വാസം ദൈവത്തിന് പ്രസാദകരമായി മാറി. അവരുടെ പ്രവൃത്തികൾ, വിശ്വാസത്തോടുകൂടിയുള്ള പ്രവൃത്തികൾ ദൈവം അവർക്ക് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന്റെ വിശ്വാസത്തോടുള്ള പ്രവൃത്തി അവന് നീതിയായി കണക്കിട്ടു. നമ്മൾ അവിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമുക്ക് ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ബി ലിമിറ്റ് ഗോഡ്? ഇല്ല. സങ്കീർത്തനങ്ങൾ വായിച്ച്, സങ്കീർത്തനങ്ങൾ 78:41 വാക്യം, അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. അവൻ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്, again and again they limited God, preventing him from blessing them. അതായത് നമുക്ക് നമ്മുടെ അവിശ്വാസത്താൽ ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ കഴിയും. ഹലോ, നമ്മുടെ അവിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാവും. ഇവിടെ എഴുതിയിരിക്കുന്നതാണ്, ഇസ്രായേൽ മക്കൾ പിന്നെയും പിന്നെയും again and again they limited God. അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്തു, preventing him from blessing them. ദൈവത്തെ അവരെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും തടഞ്ഞു. ദൈവത്തെ ലിമിറ്റ് ചെയ്തു, തടഞ്ഞു. ദൈവം അവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചിട്ടും അവരുടെ അൺബിലീഫ് കാരണം നടന്നില്ല. നിങ്ങളുടെ എക്സാമ്പിൾ പറയാം, ദ ഓൾമൈറ്റി ഗാഡ്, ദ ഫാദർ, ആ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാനായി ഇറങ്ങി വന്ന യേശു കഥാവ്. ദ ഫാദർ ഇൻ ആക്ഷൻ, ദാറ്റ് ഈസ് ജീസസ്. ശരിയല്ലേ? പിതാവായ ദൈവം യേശുവിൽ പൂർണ്ണമായി വെളിപ്പെട്ടു. ആ യേശു അവിടെ ഇങ്ങനെയാണ്, നസ്രത്തിൽ തന്റെ സ്വന്തം നാട്ടിൽ യേശു പോയി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ യേശു ചെയ്തില്ല എന്നല്ല, ഈവൻ ദോ ഹി വാസ് വില്ലിംഗ്, അവൻ ചെയ്യാൻ തയ്യാറായിരുന്നിട്ടും, സൗഖ്യമാക്കുവാനുള്ള ശക്തികൾ ഉണ്ടായിരുന്നിട്ടും വചനം പറയാണ്, അവൻ അത്ഭുതങ്ങൾ അവരുടെ അവിശ്വാസ നിമിത്തം ചെയ്യുവാനായി കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ 1-2 പേരുടെ മേൽ കൈവച്ച് സൗഖ്യമാക്കിയതല്ലാതെ വേറെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. The most high God limited by our unbelief. നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമ്മൾ അവിശ്വാസ നിമിത്തം പലപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും പറയും, നമുക്ക് പലർക്കും ഉള്ളത് ഒരു കുഞ്ഞു ദൈവമാ. ആ നമ്മുടെ ചിന്ത കാരണം നമ്മുടെ പല അത്ഭുതങ്ങളും പ്രിമച്യൂർലി അബോർട്ടായി പോവാണ്. കാര്യം നമുക്ക് നമ്മുടെ ദൈവം വളരെ കുഞ്ഞാണ്, വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ അവനെ അറിയണം, അവരുടെ വലുപ്പത്തെ അറിയണം. ഇസ്രായേൽ മക്കൾ അവരുടെ പിന്നെയും പിന്നെ അവർ ദൈവത്തെ പരീക്ഷിക്കുകയും ലിമിറ്റ് ചെയ്യുകയും ചെയ്തു. എന്താണ് ഈ അവിശ്വാസം എന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞത് സിമ്പിൾ ഇത്രേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് 23-24 ഭാഗം എത്തുമ്പോൾ തോമസ് വന്നിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. യോഹന്നാൻ 20, 23, 24 ആയിരിക്കും. നേരത്തെ യോഹന്നാൻ 20. അതെ, യേശു വന്നപ്പോ, യേശു പ്രത്യക്ഷപ്പെട്ടപ്പോ അവിടെ തോമസ് ഇല്ലായിരുന്നു. തോമസ് അവിടെ ഇല്ലായിരുന്നു. ബാക്കിയുള്ള ശിഷ്യന്മാര് തോമസിന് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞു. തോമസ് പറയുകയാണ്, നിങ്ങൾ കണ്ടല്ലോ, ശരി, ഓക്കെ, പക്ഷെ ഞാൻ അവനെ തൊടണം, അവന് വിലാപ്പുറത്ത് കൈയിടണം, ആണിപ്പഴുത് കാണണം, തൊടണം, എല്ലാം ചെയ്താലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, അല്ല ഞാൻ വിശ്വസിക്കത്തില്ല. ഇന്ന് പലപ്പോഴും പല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പല വിശ്വാസികളും കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, കണ്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, കണ്ടാൽ വിശ്വസിക്കും. സഹോദര, ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവരായതിന്റെ പ്രിൻസിപ്പിൾ നേരെ വിരുദ്ധമാണ്. ഈ ലോകത്ത് നിന്നെ കണ്ട് വിശ്വസിക്കാൻ പറ്റും, ദൈവരായ തിരിച്ചാണ്, വിശ്വസിച്ചാൽ നീ കാണും. ഹല്ലേലൂയ. സിംപിളി വിശ്വസിച്ചാൽ നീ കാണും. മർക്കോസ് 11:24 യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 4 സ്റ്റെപ്പ് അവിടെ പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യം കിട്ടി എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. ഫസ്റ്റ് യു ഹാവ് ടു ബിലീവ്, then it will be. ഹല്ലേലൂയ. ആദ്യം വിശ്വസിക്കും, പിന്നെ ഉണ്ടാകും. ഉണ്ടായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. യേശു ഇതിന് പിന്നീട് പറയുന്നുണ്ട് തോമസിനോട്, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ടും തൊട്ടതുകൊണ്ടും നീ വിശ്വസിച്ചു. എന്നാൽ ഒരു ജനം അവർ കാണാതെ വിശ്വസിക്കുന്നവരാ, അവർ ഭാഗ്യവാന്മാർ. ദൈവരാജ്യത്തിൽ നടക്കുന്നവർ. അതുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസം നടക്കുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസം നടക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് വചനം പറയുന്നത്. വിശ്വാസം നടക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കണ്ടിട്ട് വിശ്വസിക്കുമല്ല, വിശ്വസിക്കുമ്പോൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. എങ്ങനെ കാണാം, എങ്ങനെ വിശ്വസിക്കാമെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാം. അപ്പോൾ എന്താണ് ഈ വിശ്വാസം ചോദിച്ചാൽ സിമ്പിൾ, നമുക്ക് എല്ലാവരും പറയും, ആശിക്കുന്നതിന്റെ ഉറപ്പും
പറഞ്ഞേ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതായത് ഇപ്പൊ നമുക്ക് തൊടാൻ കഴിയും, കാണാൻ കഴിയും, സ്മെല് ചെയ്യാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ. നമുക്ക് വിശ്വാസമൊന്നും വേണ്ട, അവിടെ പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഉറപ്പാ കാണാൻ പറ്റും. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. രണ്ട് കാര്യമാണ് ഉപയോഗിക്കുന്നത്. ദർ ഇസ് എ കോൺഫിഡൻസ് ആൻഡ് അഷുറൻസ് എന്നാണ്. അതായത് ഒന്ന് ഉറപ്പ്, മറ്റൊന്ന് നിശ്ചയം. ഇത് രണ്ടും നമുക്ക് ഉണ്ടാകുന്നത് അത് ഞാൻ എടുക്കാം. അതായത് പലരും ഇന്ന് തോമസിനെ പോലെ ലിമിറ്റഡ് ആണ്. ഞാൻ കണ്ടാ വിശ്വസിക്കാം, ദൈവം നീ അങ്ങ് തന്നാ വിശ്വസിക്കാം, ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ വിശ്വസിക്കാം. ദൈവരാജ്യം ഇങ്ങനെയല്ല നടക്കുന്നത്. ദൈവരാജ്യം ഇങ്ങനെയല്ല മൂവ് ചെയ്യുന്നത്. നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പത്രോസ് ഒരു സയൻസിന്റെ പ്രൊഫസർ പോലും ആയിരുന്നെങ്കിൽ, ഇപ്പൊ യേശു പറയുകയാണ്, പത്രോസേ വാ കം എന്ന് വിളിക്കുമ്പോൾ പത്രോസ് പറയും, വെള്ളത്തിന്റെ ഡെൻസിറ്റി അതിങ്ങനെയാണ്, അവിടെ കാൽ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഇവിടുന്ന് ഇങ്ങനെയാണ്, റിലേറ്റീവ് ഡെൻസിറ്റി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞേനെ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ. പക്ഷേ പത്രോസ് സ്ട്രൈറ്റ് അവേ യേശു പറയാണ്, പത്രോസേ വാ കം ആൻഡ് ജോയിൻ വിത്ത് മീ എന്നാ പറഞ്ഞേ, അന്ന് എൻ്റെ കൂടെ ചേരുമെന്ന് പറയുമ്പോൾ പത്രോസ് അങ്ങ് സ്റ്റെപ്പ് വയ്ക്കുക. ബുദ്ധി സ്റ്റോപ്പ് ആകുമ്പോഴാണ് ഫെയ്ത്ത് വർക്കൗട്ട് ആവുന്നത്. ബുദ്ധി കൊണ്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ അതാണ് ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടുണ്ടോ? അവരാരും മണ്ടന്മാരൊന്നുമല്ല. ഈ ലോകപ്രകാരം നല്ല PhD ഒത്തിരി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ അത്തീസ്റ്റുകൾ. അതായത് നിരീശ്വരവാദികളുള്ളവരെല്ലാം പഠിച്ച് നിരീശ്വരവാദികളായതാണ്. അവരേറ്റവും പഠിത്തമുള്ളവരാണ്. ഞാൻ പലരെയും കണ്ടുണ്ട്. പലർക്കും ഭയങ്കര ക്വാളിഫിക്കേഷൻ. എന്നറിയാമോ, ഈ ക്വാളിഫിക്കേഷൻ കൂടിയാണ് ഇവർ ദൈവത്തെ അളക്കാൻ നോക്കുന്നത്. ദൈവത്തെ പഠിച്ച് ഇവർ അറിയണം നമ്മളെല്ലാം പഠിച്ച്, ഇനി ദൈവം എവിടെ? അവരിങ്ങനെ ദൈവത്തെ അവരെ പഠിത്തത്തിനകത്ത് വരുന്നില്ല. അപ്പം പറയും ദൈവം ഒന്നും സാധനമില്ല. ഇവർ പഠിച്ചു നോക്കി ദൈവത്തെ, അവരെ സൃഷ്ടിച്ച ദൈവത്തെ അവർ പഠിക്കുവാണ്. പഠിച്ചിട്ട് പറയുവാണ്, ഏതോ ഒരു മൂലയിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അത് അവരെ കുറിച്ച് ദൈവം പറയുവാണ്. അവരെ കുറിച്ച് പറയുന്ന ഒറ്റ വാക്കാണ് മൂഢൻ. ദൈവമില്ല എന്ന് മൂഢൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. കാരണം അവൻ ഈ ലോകപ്രകാരം ഭയങ്കര ഡിഗ്രീസും ഒക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവൻ ദൈവരാജ്യപ്രകാരം മൂഢനാണ്. പക്ഷേ ഈ ലോകപ്രകാരം മൂഢനായിരിക്കാം, പക്ഷെ നീ ദൈവരാജ്യത്തിൽ നീ വളരെ സമ്പന്നായിരിക്കും, വലിയ ഉന്നതനായിരിക്കും. കാരണം അറിയാവോ, നിനക്ക് വേറൊന്നും അറിയത്തില്ല. ദൈവം എന്ത് പറയുന്നു അതിന് സ്റ്റെപ്പ്. ഒരിക്കൽ പാസ്റ്റർ യോങ്കിച്ചോ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചിന്റെ പാസ്റ്ററാണ്. അദ്ദേഹം ഒരു ബുദ്ധമത സന്യാസി. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്റ്റോറി അറിയാമല്ലോ. അദ്ദേഹത്തോട് ഒരു ദിവസം ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഈ മിനിസ്ട്രിയുടെ രഹസ്യം? നിങ്ങൾ ഈ മിനിസ്ട്രി ഇത്രയും വലുതായല്ലോ, ഇത്രയും വളർന്ന് വലിയ മിനിസ്ട്രി ആയല്ലോ, രഹസ്യം എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഐ ഹിയർ ആൻഡ് ഐ ടേക്ക് സ്റ്റെപ്സ്. ഞാൻ അവളിൽ നിന്ന് കേൾക്കുന്നു, ഞാൻ സ്റ്റെപ്പ് വയ്ക്കും. സിമ്പിൾ. ദൈവം എന്ത് പറയുന്നോ അതിന് എങ്ങനെ എന്ന് ചോദ്യമില്ല, സ്റ്റെപ്പ് വയ്ക്കുക. ദൈവത്തിൻ്റെ എല്ലാ വാക്കുകളും നമ്മുടെ ബുദ്ധി എപ്പോഴും മണ്ടത്തരം എന്ന് പറയുന്ന കാര്യമായിരിക്കും. സിമ്പിൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആരെങ്കിലും എടുത്ത് ബുദ്ധിയുള്ള ആരെങ്കിലും കടലിലേക്ക് കാലുവയ്ക്കുമോ? വയ്ക്കത്തില്ല. ബുദ്ധിയുള്ള ആരെങ്കിലും പച്ചവെള്ളം കോരിക്കൊണ്ട് ഇരുന്ന് അവിടെ കഴിച്ചുകൊണ്ടിരുന്നവർ കൊടുക്കുമോ? വീഞ്ഞൊന്നും പറഞ്ഞു കൊടുക്കുമോ? നിങ്ങളാണ് വിളമ്പാൻ നിൽക്കുന്ന ആളെയും കൊടുക്കൂ. സിമ്പിൾ. നിങ്ങളാണ് ആ വെള്ളം കോരിയത്, നിങ്ങളാണ് നിറച്ചത്, നിങ്ങൾക്കറിയാം അത് പച്ചവെള്ളമാണെന്ന്. പക്ഷെ ഒരു ഗുരു പറയുകയാണ്, മോനെ കൊടുത്തേരെ. നെക്സ്റ്റ് മൊമെന്റിൽ അവർ കൊടുത്തു. ബുദ്ധി കൊണ്ട് ആലോചിച്ചില്ല, ടൈം എടുത്തില്ല, 10 മിനിറ്റ് പോലും ആയില്ല. ജ്യൂസ് ആവാൻ എത്ര സമയം എടുക്കും? മുന്തിരിങ്ങ ഇട്ടെങ്കിൽ എത്ര സമയം എടുക്കും? ഇത് ജ്യൂസ് ആവാൻ എത്ര വർഷം എടുക്കും? അവരൊന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ ബുദ്ധി കൊണ്ട് ഒരു കാര്യം പറയാം, ദൈവം സമയത്തിന് അതീതനാണ്. ദൈവം പറയുന്ന വാക്കുകളും സമയത്തിന് അതീതമാണ്. സമയത്തെ സൃഷ്ടിച്ചവനാണ് അവൻ, സമയത്തിന് അതീതനാണ്. അവനെ സമയം വെച്ച് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ദൈവം നമ്മെ കാണുന്നത്, നമ്മളിപ്പോൾ 2025 ഫെബ്രുവരി മാസത്തിൽ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും നാളത്തെ കാര്യം നമുക്കറിയത്തില്ല, മെനയാത്ത കാര്യം പലപ്പോഴും ഓർമ്മയും കാണത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ അതിങ്ങനെയാണ്. അവൻ ഫ്യൂച്ചറില്ല. അവന്റെ പേര് ഐ വിൽ ബി അല്ല, ഐ ആം. അവന് പാസ്റ്റില്ല. ഇന്നും ക്രിയേഷൻ, ആദമിനെ സൃഷ്ടിച്ചതും അവന്റെ മുന്നിൽ നിൽപ്പുണ്ട്, അവസാനവും അവന്റെ മുന്നിൽ നിൽപ്പുണ്ട്. ഐ ആം ദ ആൽഫ ആൻഡ് ദ ഒമേഗ. ആദം പാവം ചെയ്തപ്പോ അയ്യോ എന്ന് പറഞ്ഞ് വൈബ്രേറ്റ് ആയിട്ട് പുതിയൊരു കാര്യം കണ്ടുപിടിക്കാൻ പോയ ദൈവമല്ല, അവൻ ആദ്യനും അന്ത്യനുമാണ്. അവന്റെ മുന്നിൽ സകലതും മലർന്നിരിക്കുന്നു. അവന്റെ മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അബ്രഹാമിനെ വിളിച്ചു ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ബഹു ജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നു.
അബ്രഹാം നോക്കി, 25 വർഷം വെയിറ്റ് ചെയ്തു, ഒരു കുഞ്ഞും കിട്ടിയില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാം അവസാനം വന്നിട്ട് ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ നീ എനിക്ക് എന്താ തന്നേ? ദൈവം പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ പ്രതിഫലമാണെന്നൊക്കെ പറയുമ്പോൾ അവൻ ചോദിക്കും, എൻ്റെ വീട്ടിലെ ദാസനായ എലയാസർ അല്ലേ ഇനി അവകാശിയാകാൻ പോണേ? 25 വർഷം ഞാൻ കാത്തിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊന്നും വന്നില്ലല്ലോ, നീ എനിക്ക് എന്നാ തരാൻ പോണേ? അപ്പോൾ ദൈവം പതുക്കെ അബ്രഹാമിനെ കൈക്ക് പിടിച്ചു. അബ്രഹാമെ വാ. അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇതെന്നാടാ തറ കിടക്കുന്നത്? അബ്രഹാം ഒന്ന് മരുഭൂമിയിലാണല്ലോ താമസിക്കുന്നത്, തറയിലല്ലാടാ, അത് മണല്. ആ, നിന്റെ സന്തതി ഇതുപോലെ ആവും. മോളോട് നോക്കടാ, അത് രാത്രി ആയിരിക്കും അത് കാണിച്ച്. മോളോട് നോക്ക്, അതിനാ കാണുന്നേ നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുന്നുണ്ടോ? അബ്രഹാം തുടങ്ങി 1, 2, 3, 4, 5. ഇവിടെ നിന്ന് തീരുന്നില്ല. ഇതുപോലെ ആകും. രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന മുഴുവൻ മണല. ദൈവത്തിന്റെ പ്രോമിസ്. രാവിലെ പകല് മുഴുവൻ കാണുന്ന തറയിലെല്ലാം ദൈവത്തിന്റെ പ്രോമിസ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ തുടങ്ങി. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം താഴോട്ട് പറയുമ്പോഴും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് ആദ്യമായി എഴുതപ്പെട്ടിരിക്കുകയാണ്. അതായത് ദൈവം നിനക്കുന്ന പ്രോമിസുകൾ നീ ആദ്യം നിന്റെ മനസ്സിൽ കാണണം. കാണാതെ നീ അതിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാണാതെ അത് പുറത്തു വരത്തില്ല. നീ കാണുമ്പോൾ അത് സൃഷ്ടിപ്പാണ്. ഇമാജിനേഷൻ ഈസ് ക്രിയേഷൻ. ഞാനൊരു മെസ്സേജ് മുമ്പ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്. ഇമാജിനേഷൻ ഈസ് ക്രിയേഷൻ. നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാണത്തുമില്ല. ഒരിക്കലും ഒരു മഹാന മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ അകത്ത് ജയിക്കാത്ത ഒരു യുദ്ധവും നിങ്ങൾക്ക് പുറത്ത് ജയിക്കാൻ പറ്റത്തില്ല. ആദ്യം യുദ്ധങ്ങൾ ജയിക്കുന്നത് ഇവിടെയാണ്. ആൻസൈറ്റി ഇവിടെ ജയിക്കണം, ഭയം ഇവിടെ ജയിക്കണം, ഭാവിയെക്കുറിച്ച് ആശങ്ക ഇവിടെ ജയിക്കണം. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും അബ്രഹാമിനെ കുറ്റപ്പെടുത്തിയില്ല, അവനെ സഹായിക്കുകയാണ് ചെയ്തത്. അബ്രഹാമേ, നിനക്കെന്നെ വിശ്വസിക്കാൻ നിനക്കൊരു എളുപ്പ മാർഗ്ഗം ഞാൻ തരികയാണ്. ഇനി നീ എപ്പോൾ പുറത്തിറങ്ങിയാണ് നീ കാണുന്നത് എൻ്റെ പ്രോമിസ് ആയിരിക്കും. തറ മുഴുവൻ മണല, ഒരു പിടി എടുത്ത എണ്ണിക്കൂടാതെ പോണം മണൽത്തിരിക്കണം. ഇതുപോലെ ആയിത്തീരും. ആകാശ നക്ഷത്രങ്ങൾ കാണിച്ചു പറഞ്ഞു, ഇതുപോലെ ആയിത്തീരും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. കാര്യം എന്നാ? ഇപ്പൊ കാണാൻ തുടങ്ങി. ഇതുവരെ കാണാനില്ലായിരുന്നു, ഇപ്പൊ കാണാൻ തുടങ്ങി. നമ്മെ തന്നെ നമ്മൾ കാണാൻ തുടങ്ങി. ദൈവം നമ്മെ കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ തുടങ്ങി. നമ്മുടെ സെൻസുകൾ നമ്മൾ പറയും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. എടാ നിനക്ക് അവിടെ വേദനയാണ്, അപ്പം നമ്മൾ പെട്ടെന്ന് മനസ്സിൽ കാണും മറ്റേ കൊറോണയുടെ സിമ്പലുള്ള കുറെ കീടാണുക്കളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, എന്നെ കൊല്ലുവോ, അവിടെ ഭയം വരും. സെൻസുകൾ നമ്മോട് പറയും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയും രോഗമാണ്, പ്രയാസമാണ്, കംപ്ലീറ്റ് പ്രശ്നമാണ്, കംപ്ലീറ്റ് തകർന്നതാ, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിക്കുന്നത്. നിന്റെ ആത്മമനുഷ്യൻ അങ്ങോട്ട് അതിനെ കാണാൻ തുടങ്ങി നോക്കുകയും അതിനെ സംസാരിക്കാൻ തുടങ്ങി നോക്കുകയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബോഡി നമ്മോട് പറയുകയല്ല, നമ്മൾ ബോഡിയോട് പറയണം. എന്തിനാ ഫാസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ബോഡിയോട് പറയുകയാണ്, നീ അല്ല ഇതിന്റെ ആള് ഞാനാണ്. ദ സ്പിരിറ്റ് മാൻ, ദ റിയൽ ഐ. ബോഡി നമുക്ക് സബ്ഡ്യൂ ആവും. അത് മറ്റൊരു ടോപ്പിക്കാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഉപവസിക്കുന്നത് ദൈവത്തിന്റെ കയ്യെ പിടിച്ചിരിക്കാനൊന്നുമല്ല. ചില അങ്ങനെയാണ്, 40 ദിവസം ഉപവസിച്ചാൽ ദൈവം ഒന്ന് തിരിയും. ഒരിക്കലും തിരിയത്തില്ല. He is the same. 36 മണിക്കൂർ ഒരു ദിവസം 24 മണിക്കൂർ ഉള്ളെങ്കിൽ 36 നീ പ്രാർത്ഥിച്ചാലും കാര്യമില്ല. ദൈവത്തെ തിരിക്കാനാണെങ്കിൽ വേണ്ട. ചില അങ്ങനെയാണ്, ദൈവത്തെ പറിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കും. ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ നീ അറിയുന്നില്ലേ? ഹീസ് ഓൾറെഡി കൺവിൻസ്ഡ്. നിന്റെ വേദനകളൊക്കെ അവനറിയാം, നിന്റെ രോഗങ്ങളെ എല്ലാം അവനറിയാം. നീ ദൈവത്തെ കൺവിൻസ് ചെയ്യേണ്ട, നിന്നെ തന്നെ നീ കൺവിൻസ് ചെയ്യ്, ദൈവം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നുവെന്ന്. നിന്റെ ഹൃദയത്തെ നീ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? നിന്റെ ഹൃദയത്തോടെ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? നിന്റെ ഹൃദയത്തോട് ദാവീദ് പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ നിന്റെ സകല രോഗവും സൗഖ്യമാക്കുന്നു. ഞാൻ പറയുന്നത് എന്റെ സകല രോഗവും സൗഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഹൃദയത്തോട് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തെ ആരും കൺവിൻസ് ചെയ്യിക്കണ്ട. ദൈവം ഓൾറെഡി കൺവിൻസ്ഡ് ആണ്. ദൈവം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, അവൻ സകലതും നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ അവൻ സകലവും തന്നു കഴിഞ്ഞു. വചനം പറയുകയാണ്, തന്റെ പുത്രനെ തന്നെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? സൗഖ്യം തരാതിരിക്കുമോ? സമ്പത്ത് തരാതിരിക്കുമോ? സമാധാനം തരാതിരിക്കുമോ? യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകും. ഇപ്പോഴും സമാധാനമില്ല. ദൈവത്തോട് ചോദിക്കുകയല്ല ചെയ്യുക, സമാധാനം എനിക്ക് തന്നേച്ചു പോയിരിക്കുന്നു. നമ്മളത് കണ്ടെത്തണം.
നമ്മുടെ അകത്ത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്, കൺവിൻസ് ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തെ പറഞ്ഞ് മാറ്റാൻ പറ്റുകയല്ല, നമ്മളാണ് മാറേണ്ടത്. ദൈവത്തിന് മാറ്റമില്ല. അവൻ ഓൾറെഡി നമ്മെ സൗഖ്യമാക്കിയിരിക്കുന്നു. രോഗത്തോട് പറയണം, നീയാണ് മാറേണ്ടത്. എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഞാൻ രോഗിയായി ഇരിക്കത്തില്ല, ഞാൻ രോഗിയല്ല. യെശയ്യാ പ്രവചനം 54 പറയാണ്, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. പത്രോസ് അതേ വാക്യം ഇവിടെ കോട്ട് ചെയ്യാണ്, അവൻ നമ്മെ അവന്റെ അടിപ്പിടരാൽ സൗഖ്യമാക്കിയിരിക്കുന്നു. നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. We were healed. Past tense ആണ്, കഴിഞ്ഞുപോയി. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ സൗഖ്യമാക്കണേ എന്ന് പറയുമ്പോൾ ദൂതന്മാരൊക്കെ കർത്താവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമായിരിക്കും. കർത്താവേ, നീ ഇവരെ സൗഖ്യമാക്കിയിട്ട് ഇവരെന്നെ അതൊന്ന് വിശ്വസിക്കാത്തേ? പക്ഷെ കാര്യം എന്നാ, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്ന് 6th സെൻസ് ആക്ടിവേറ്റർ ആവട്ടെ. എൻ്റെ ഇന്ദ്രിയങ്ങൾ 5 എണ്ണം പറയുന്നതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ആത്മാവിൽ സംസാരിക്കുന്നത്, വചനത്തിൽ സംസാരിക്കുന്നതിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. അതിനെ ഞാൻ സ്വീകരിക്കും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകത്തിലുണ്ട്, ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഞാൻ വചനങ്ങൾ എടുക്കാൻ സമയമില്ല, അതിന് സ്പീഡിൽ പോവാണ്. ദൈവം പറയാണ്, നിങ്ങൾക്ക് ഞാൻ ദേശത്തെ തന്നിരിക്കുന്നു. I have given you the land. ഓൾറെഡി തന്നിരിക്കുന്നു. അവരിപ്പോ നിൽക്കുന്ന എവിടെയാ? മരുഭൂമിയിലാ. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നു. അവരെന്നാ ചെയ്തേ? 12 പേർ അയച്ചു അല്ലേ? 12 പേർ അവിടെ യാത്രയായി. 12 പേർ 40 ദിവസം അതിന് ചുറ്റും നടന്നു. എല്ലാം കണ്ടു. നല്ല വലിയ മുന്തിരിക്കൊലയാണ്, അടിപൊളിയാണ്, പാലും തേനൊഴുകുന്ന, എല്ലാം സൂപ്പറാ. എല്ലാം കണ്ടു. കൂടെ അവരെന്തും കണ്ടു? വലിയ മല്ലന്മാരെയും കണ്ടു. അവർ നേരെ തിരിച്ചു വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഒരു ഗ്രൂപ്പ് പറഞ്ഞു, സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ നമുക്കത് അവകാശമാക്കാൻ പറ്റത്തില്ല. ദൈവം എന്നാ പറഞ്ഞേ? ഓൾറെഡി നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ദൈവം തന്നെ നിത്യമായ കണ്ണുകൊണ്ട് കാണുകയാണ്, ഇവർ അതിനകത്തായിരിക്കുക. പക്ഷെ ഇവിടെ ഇവർ പറയാണ്, ഇവർ ദൈവത്തെ ലിമിറ്റ് ചെയ്യാണ്. ഇവർ പറയാണ്, നമുക്കവിടെ കയറാൻ പറ്റത്തില്ല, അവര് നമ്മളെ പിടിച്ചത് തിന്നും. നമ്മൾ അവരെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വെറും വെട്ടുക്കിളികളെ പോലെ തോന്നണം. ഇവരെ കുറിച്ചുള്ള ഇമാജിനേഷൻ നോക്കി, നമ്മൾ നിസ്സാരക്കാരാണ്. ആ പ്രശ്നം നമ്മളങ്ങ് വിഴുങ്ങത്തേ ഉള്ളൂ. നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. ആ ക്യാൻസർ എന്നെ തിന്ന് തീർക്കത്തേ ഉള്ളൂ. എനിക്കതിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ മുമ്പിൽ കീഴടങ്ങി പോകത്തേ ഉള്ളൂ. ദൈവം പറയുവാണ്, നിന്നെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുക. ക്യാൻസർ നിന്നെ തീർക്കുമെന്നല്ല പറഞ്ഞേ, നിന്നെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും, ഈ സകല നോക്കർത്തുമ്പോ എല്ലാം, ക്യാൻസർ വരും, ഇനി പേരില്ലാത്ത എന്തസും വന്നാൽ അതും വരും. സകല രോഗങ്ങളെ അവൻ സൗഖ്യമാക്കിയിരിക്കുന്നു. അപ്പൊ നീ എന്നാ പറയണ്ടേ? 2 വ്യത്യസ്ത ആത്മാക്കളുള്ള, ഡിഫറൻറ്റ് സ്പിരിറ്റുള്ള 2 പേര്, ജോഷുവ ആൻഡ് കാലേബ്, അവർക്കും കിട്ടി ഇതേ പ്രോമിസാ. അവർ വന്നിട്ട് അങ്ങോട്ട് പറയുക, സംഭവം ഇവർ പറഞ്ഞ ശരി, പക്ഷെ അവിടെ നിൽക്കുന്ന മല്ലന്മാരില്ലേ, അവന്മാരെ നമുക്ക് തിന്നാൻ പറ്റും. നമ്മളെ ഫുഡാണ് അവന്മാര്. നമുക്ക് പോയി അവന്മാരെ പിടിച്ച് അങ്ങ് തിന്നാം. കാര്യം എന്നാ? ദൈവം നമുക്ക് ആ ദേശം തന്നിരിക്കുക, നമ്മൾ അതിനകത്ത് കയറും. ദൈവം തന്നാ പിന്നെ ആരുടെ തടുക്കാൻ? മല്ലന്മാരെ പോകാൻ പറഞ്ഞ് നമുക്ക് തിന്നാൻ പോയി, നമുക്ക് ബ്രെഡ്, അവർക്ക് നമുക്ക് ഭക്ഷണമാക്കാവുന്നതാണ്. നീ തീരുമാനിക്കണം, ക്യാൻസറിന് നീ തിന്നണോ, നിന്നെ ക്യാൻസറിന് തിന്നാൻ കൊടുക്കണോ? നീ എന്ത് വിശ്വസിക്കുന്നു എങ്ങനെ അറിയാൻ പറ്റുന്നറിയാവോ? നിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മതി. എന്താ നീ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മറ്റുള്ളവരോട് എന്താ നീ പറയുന്നേ? നിന്നെക്കുറിച്ച് നിന്നോട് തന്നെ നീ എന്താ പറയുന്നേ? അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും നീ എന്താണ് വിശ്വസിക്കുന്നത്. 2 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് പറയുകയാണ്, നമുക്ക് കഴിയത്തില്ല, നമുക്കവിടെ കയറാൻ പറ്റത്തില്ല, നമുക്കൊരു സാധ്യതയുമില്ല, അവിടെ എല്ലാം മല്ലന്മാരാ, നമ്മൾ നിസ്സാരക്കാരാ. മറ്റൊരു ഗ്രൂപ്പ് പറയുന്നു, നമ്മൾ കയറും, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിയിരിക്കും, നമ്മൾ അവരെ ഭക്ഷിക്കും. 2 പേരും കിട്ടിയത് ഒരേ പ്രോമിസ് അല്ലേ പ്രിയരെ? ഒരേ വാഗ്ദത്തമല്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര പേർക്കാ വന്ന സൗഖ്യം? ഒന്ന് മിണ്ടിക്കേ. എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും സൗഖ്യം വന്നില്ലേ? ഈ ലോകത്തിലെ സകല മാനവരാശിക്കും സൗഖ്യം വന്നില്ലേ? അപ്പൊ നിങ്ങൾ സ്വാഭാവിക ചോദ്യം ഉണ്ടാവും, എന്നാ പിന്നെ എന്തുകൊണ്ട് രോഗിയായിരിക്കുന്നു? ജെന്യുവിൻ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് രോഗിയായിരിക്കുന്നു? എന്തുകൊണ്ടാണ് രോഗിയായിരിക്കുന്നത്? സാധാരണമായി ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ മറൊരു ചോദ്യം കൂടി ചോദിക്കാം. ദൈവം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം
അവൻ ലോകത്തെ സ്നേഹിച്ചു. ആ പുത്രൻ മുഖാന്തരം സകല മാനവരാശിയും രക്ഷിക്കപ്പെടേണ്ടതിന് തൻ്റെ പുത്രനെ അവൻ അയച്ചു. അപ്പോൾ യേശുവിനെ ദൈവം നൽകിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? സകല മാനവരാശിക്ക്. ശരിയല്ലേ? എല്ലാവരും രക്ഷിക്കപ്പെട്ടോ? എല്ലാവരും രക്ഷിക്കപ്പെട്ടോ? രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ സ്വർഗം നൽകിയേ? യോഹന്നാൻ 1:10 പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ പാർട്ട് ദൈവം ചെയ്യുമ്പോ വി ഹാവ് എ പാർട്ട് ടു പ്ലേ. നമുക്കൊരു പാർട്ടുണ്ട്, ദ റിസീവിംഗ് പാർട്ട്. ഞാനിപ്പോ പ്രിയം അങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഇത് എന്റെ ഭാഗത്തുള്ളതാണ്. അവന്റെ ഒരു എഫേർട്ടും ഇല്ല, അവൻ ഇതിനു വേണ്ടി ഏൺ ചെയ്തില്ല, ഒരു വർക്കും ചെയ്തില്ല. പക്ഷെ എന്റെ ഗിഫ്റ്റ് അവന്റെ കയ്യിൽ എത്തണമെങ്കിൽ there is a part to receive. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഈ പ്രിൻസിപ്പിൾ വർക്കാവണോ? ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബൈ ഫെയ്ത്ത്, ദ കറൻസി ഈസ് ഫെയ്ത്ത്, വി ക്യാൻ ട്രൈ ഇറ്റ്. ദൈവരാജ്യത്തിൽ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കുന്ന കറൻസിയാണ് വിശ്വാസം, ദ ഫെയ്ത്ത്. വിത്തൗട്ട് ഫെയ്ത്ത് നമുക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഭൂമിയിലായിട്ടുള്ള ഒരു വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗത്തിന്റെ അവസ്ഥ ഉണ്ടായിരിക്കുക. എന്നാൽ സ്വർഗത്തിന്റെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് രോഗമുണ്ടോ? സ്വർഗത്തിൽ ക്യാൻസർ ഉണ്ടോ? സ്വർഗത്തിൽ ഈ ക്യാൻസറിന്റെ പക്കത്ത് പറയാൻ കാരണം ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഈ രോഗത്തെ ഭയക്കുന്നുണ്ട്. സ്വർഗത്തിൽ ക്യാൻസർ ഉണ്ടോ? ദൈവത്തിന്റെ റിയാലിറ്റിയിൽ, ദൈവത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് നോക്കുമ്പോൾ നമുക്ക് രോഗമുണ്ടോ? കാരണം ദൈവം നമ്മൾ ഓൾറെഡി സൗഖ്യമാക്കിയിരിക്കുന്നു. നമ്മൾ എത്രമാത്രം ദൈവത്തിന്റെ റിയാലിറ്റിയുമായി നമ്മൾ കണക്ഷൻ ആകുമോ, നമ്മുടെ മൈൻഡ്സിനെ റിന്യൂ ചെയ്യുമോ, അത്രമാത്രം നമ്മുടെ റിയാലിറ്റിയെ സ്വർഗത്തിന്റെ റിയാലിറ്റി ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങും. അതെല്ലാ മേഖലയിലും, രോഗത്തിന്റെ മാത്രമല്ല, പ്രൊവിഷൻ ആയിക്കോട്ടെ. ദൈവം പറയുവാണ്, നിനക്ക് നല്ല അനുഗ്രഹിക്കുന്ന ബിസിനസ് തരും. നീ നിന്റെ പോക്കറ്റിനോട് ചോദിക്കും, പോക്കറ്റ് നടക്കുവോ? പോക്കറ്റ് പറയും നടക്കൂല, തീർന്നു. ക്ലിയർ? കാര്യ ദൈവം നിന്നോടൊരു കാര്യം പറയുമ്പോൾ നിന്റെ സെൻസുകളുമായി, നിന്റെ ജഡത്തുമായി, നിന്റെ ബോഡിയുമായി നീ കൺസൾട്ട് ചെയ്യരുത്. അതെവിടെ നീ പറയാൻ വചനം പറഞ്ഞു തരാം. ഞാൻ ഇന്ന് അതിൽ പറഞ്ഞാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അബ്രഹാം നമുക്കൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? റോമലേഖനം ഒന്നെടുത്ത് എല്ലാവരും 4-ാം അധ്യായം അതിലെ 19-ാമത്തെ വാക്യം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നു. അബ്രഹാം ഒത്തിരി കാത്തിരുന്നു, നടന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ദൈവം അബ്രഹാമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണൽത്തൊരിയെയും നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എഴുതിയ വാക്യമാണ്, അബ്രഹാം ദൈവത്തിൽ 2 കാര്യങ്ങൾ വിശ്വസിച്ചു. ഒന്ന്, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അവനെ വിളിച്ചു വരുത്തുവാനായി കഴിയും. അടുത്തെഴുതിയിരിക്കുകയാണ്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ. അബ്രഹാമിന് 100 വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്. തൻ്റെ ശരീരം നിർജീവമായി പോയതും, ശ്രദ്ധിക്കണേ, തൻ്റെ ബോഡി തന്നോട് പറയുകയാണ്, ഇനി നിന്റെ ശരീരം കൊണ്ടൊന്നിനും കഴിയത്തില്ല, നിന്റെ ബോഡി ഡെഡാണ്. 100 വയസ്സായി, നിന്റെ ബോഡി ഇനി ഡെഡാണ്. ബോഡി റിപ്പോർട്ട് എന്താ പറയുന്നേ? ഡെഡ്. ബോഡി അവനോട് സംസാരിക്കുന്നുണ്ട്, അവൻ്റെ സെൻസുകൾ, അവൻ്റെ എല്ലാ മസിൽസും ഒക്കെ സംസാരിക്കുന്നുണ്ട്, പറയുകയാണ് നിർജീവമായിരിക്കുകയാണ്. അപ്പോൾ അത് സംസാരിച്ചു. പക്ഷേ സാറായിയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവവും ഗ്രഹിച്ചിട്ടും, കേട്ടോ, തൻ്റെ ബോഡിയുടെ അവസ്ഥയും മനസ്സിലായി, തൻ്റെ ഭാര്യയാകുന്ന സാറായിയുടെ ഗർഭപാത്രം നിർജീവമായി പോയെന്നുള്ള റിപ്പോർട്ട് അതും ഗ്രഹിച്ചു, അതും മനസ്സിലാക്കി. എന്നിട്ടും ഈ 2 റിപ്പോർട്ടുകളും തൻ്റെ മുന്നിൽ എത്തിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കണ്ടോ? വിശ്വാസത്തിൽ എന്തുകൊണ്ടാണ് ക്ഷീണിക്കാന്നറിയാമോ? അവർ റിപ്പോർട്ടിനെ അവഗണിച്ചിട്ട് ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്തു. ആ റിപ്പോർട്ടിനെ ട്രസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ ക്ഷീണിച്ചു പോയാനെ, തകർന്നു പോയാനെ. കാരണം അവന്റെ ശരീരം പറയുന്നുണ്ട് നടക്കില്ല, നോ. പക്ഷെ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അടുത്തെഴുതിയിരിക്കുകയാണ്, തുടർന്ന് അബ്രഹാം ചെയ്ത കാര്യം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അങ്ങനെ മഹത്വം കൊടുക്കാൻ അബ്രഹാമിന് കാരണമായ ഒരു കാര്യമുണ്ട്. അവൻ വാഗ്ദത്തം ചെയ്തത്, ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ പൂർണ്ണമായും ഉറച്ചു. സാഹചര്യത്തെക്കാൾ വാക്ക് പറഞ്ഞവന്റെ ശക്തിയിൽ അവൻ കൂടുതൽ ആശ്രയിച്ചു. എനിക്ക് വാക്ക് തന്നവൻ, എന്നോട് സംസാരിച്ചവൻ
അവൻ ഇത് ചെയ്തു തരുവാൻ ശക്തനാണ് എന്ന് അബ്രഹാം ഉറപ്പിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം അതായിരുന്നു. എന്റെ സാഹചര്യമോ എന്റെ ശരീരമോ പറയുന്നതല്ല, എന്നോടൊരുവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നൽകുവാൻ അവൻ ശക്തനാണ്. അവൻ 2 ക്വാളിറ്റി ഉണ്ട്. അവൻ മരിച്ചാൽ ജീവിപ്പിക്കും, ഇല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ പലർക്കും ദൈവത്തിലുള്ള കാഴ്ചപ്പാട് വളരെ ചെറുതാണ്. അറ്റ്ലീസ്റ്റ് 2 കാര്യമെങ്കിലും അബ്രഹാമിനെ കണ്ട് പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ കിടക്കണം. നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരമായി വരുന്ന സാധനമാണ് ഒന്ന് മരണം. ഫൈനാൻസിന്റെ മേഖലയിൽ മരണമാണ്. പോക്കറ്റ് നോക്കും, പോക്കറ്റ് പറയും തീർന്നു, മരിച്ച അവസ്ഥയാണ്. പക്ഷെ മരിച്ചതിനെ, ഡെഡായതിൻ്റെ അക്കൗണ്ടുകളെ ജീവിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ ഡെഡായിട്ടുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. മുറിച്ച് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ ജീവിപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇനി നിന്റെ ശരീരത്തിൽ ഡോക്ടർമാര് സർജറി വഴി എടുത്ത് കളഞ്ഞായിക്കോട്ടെ, ഇല്ലാത്തതായിക്കോട്ടെ, പക്ഷെ അതിനെ തിരിച്ചു കൊണ്ടുവരാനും എൻ്റെ കർത്താവിന് കഴിയും. ഇനി നിന്റെ മനസ്സിൽ ദൈവം എന്ന സ്വപ്നം ഈ ലോകത്തിൽ ഇതുവരെ നിലനിൽപ്പില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ലോകത്ത് അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ, എങ്കിലും അവനതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ്. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അതുവരെ ആരും കേട്ടിട്ടില്ല. നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. എന്നാ കർത്താവേ? കാരണം അത് മഴ പെയ്യാൻ പോവുക. മഴയോ? ആരുടെ കാര്യം? അതുവരെ ഭൂതലത്തിൽ മഴ പെയ്തിട്ടില്ല, മഴ എന്താണെന്ന് അറിയത്തില്ല, മഴ കണ്ടിട്ടില്ല. ആ മനുഷ്യനോട് പറയുവാണ്, മഴ വന്ന് ഭൂമിയിൽ വെള്ളം നിറയാൻ പോവാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പറയും, ഓ മഴയോ എന്നാ സാധനം, വന്നാത്ത എത്ര വരും? ഞാനിതുവരെ കണ്ടുള്ള എന്താണ്, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങുന്നു, നനയ്ക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അതുവരെ മഴയേ പെയ്തിട്ടില്ല, ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ വാക്ക് പറഞ്ഞ ദൈവം അവൻ അത് കൊണ്ടുവരാൻ ശക്തനാണ്. അവൻ കഴിവുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല പ്രോമിസുകൾ വരുമ്പോൾ, അയ്യോ എനിക്ക് പ്രായം കുറയായി, എൻ്റെ ബിസിനസ്സുകൾ ഇത്ര ഇങ്ങനെ നിൽക്കുന്നത്, എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഇതാ, ഇത്രയും കാലം അധ്വാനിച്ച് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യരുത് ദൈവത്തെ. നമ്മുടെ അവിശ്വാസം കൊണ്ട് ലിമിറ്റ് ചെയ്യാതെ വിശ്വാസത്തിൽ ബലപ്പെടുക. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഞാൻ ഓരോരുത്തർ നേരത്തെ പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ച് പോകാൻ ഇട വരുത്തത്തില്ല. നമ്മൾ ബൈ ഫെയ്ത്ത്, വിശ്വാസത്തെ നമുക്ക് പലതിനെയും തച്ചുടയ്ക്കാൻ പറ്റും. നമുക്ക് അവിടെ ഇരുന്ന് നമ്മൾ ബഹളം വെക്കുകയോ അതിൻ്റെ മുന്നിൽ നമ്മൾ തകർന്നിരുന്ന് കരയുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ടാണ്. ഹല്ലേലൂയ. ഒരു എക്സാമ്പിൾ പറയാം. യോശുവയോട് ദൈവം പറഞ്ഞു, യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, നിനക്ക് ഞാൻ എരിഹോ പട്ടണം തരാൻ പോവാ. യോശുവയോട് പറഞ്ഞു, നിനക്ക് എരിഹോ പട്ടണം തരും. അവിടുത്തെ രാജാക്കന്മാരെയും അവിടുത്തെ യുദ്ധവീരന്മാരെയും നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുക. എരിഹോ പട്ടണവും രാജാക്കന്മാർ, യുദ്ധവീരന്മാർ എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഓൾറെഡി തന്നിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ വലിയ കോട്ടയാ, വലിയ മതില. ദൈവം ഓൾറെഡി പറഞ്ഞത്, നിനക്ക് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും, നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷെ പിന്നെ കാണുന്ന വലിയ കോട്ടയാ, വലിയ മതില, തടസ്സമാണ്. പക്ഷെ ദൈവം പറഞ്ഞു, നീ ആ കോട്ടയ്ക്ക് ചുറ്റും എഴുതി അവിടെ വാക്കതാണ്, നീ ആ പട്ടണത്തിന് ചുറ്റും നീ കറങ്ങണം. തടസ്സത്തിന് ചുറ്റും നീ കറങ്ങി നിൽക്കരുത്. നിനക്ക് തന്ന പ്രോമിസിനെ മനസ്സിൽ കണ്ട അതിന് ചുറ്റും നീ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ തടസ്സം ഓട്ടോമാറ്റിക് ഇടിഞ്ഞു വീഴും. അതായത് രോഗത്തിന്റെ വേദന ഇരിക്കും, ആ വേദനയെ ചിന്തിച്ച്, പ്രയാസത്തെ ചിന്തിച്ച് അത് പറഞ്ഞിരിക്കുമല്ല. ദൈവം എന്ന പ്രോമിസ് ഉണ്ട്, ഞാൻ അവന്റെ അടിപ്പിടാൽ സൗഖ്യമായിരിക്കുന്നു. ഈ പ്രോമിസ് നീ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് അതിനെ ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ വീടിന്റെ മുഴകൾ അടർന്നു വീഴും, പ്രശ്നങ്ങൾ മാറിപ്പോവും, രോഗങ്ങൾ സൗഖ്യമാകും. കാരണം ഇത് മറ്റൊന്നല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. അവൻ വാക്ക് പറഞ്ഞാൽ അത് അവൻ നിവർത്തിക്കാൻ ജാഗരിച്ചുകൊള്ളും. അവന്റെ വായിൽ ഒരു വാക്കും വെറുതെ പോകത്തില്ല. പക്ഷെ നമ്മളായി ദൈവത്തെ ലിമിറ്റ് ചെയ്യാതിരുന്നാൽ മതി. നമ്മുടെ അവിശ്വാസം നിമിത്തം പലപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യാറുണ്ട്. പലരും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് രോഗികളോട് പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയും, ബ്രദറെ ദൈവം എന്നെ സൗഖ്യമാക്കും, എനിക്കറിയാം, ഒരു നാൾ സൗഖ്യമാകും. അതൊരു വിശ്വാസത്തിന്റെ വാക്കല്ല, അത് അവിശ്വാസത്തിന്റെ വാക്കാണ്. കാരണം ദൈവത്തിന്റെ വചനം ഒരിക്കലും നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുന്നില്ല, നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഒരു നാളിൽ എന്നെ സൗഖ്യമാക്കുമെന്നല്ല,
ദൈവം എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. അതാണ് വിശ്വാസത്തിന്റെ വാക്ക്. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, നമ്മൾ ദൈവത്തെ കൺവിൻസ് ചെയ്ത് നിൽക്കണ്ട, നമ്മെ കൺവിൻസ് ചെയ്താൽ ദൈവത്തെ നമുക്ക് പറഞ്ഞ് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട. ചിലങ്ങനെയാണ്, ഞാൻ 30 ദിവസം പ്രാർത്ഥിച്ചാൽ 30 ദിവസം ഞാൻ ഈ ഫാസ്റ്റിങ്ങിനും പ്രാർത്ഥനയ്ക്ക് എതിരല്ല. പക്ഷേ പ്രാർത്ഥനയും ഫാസ്റ്റിങ്ങും നമ്മെ തന്നെ മാറ്റാനായിരിക്കണം, ദൈവത്തെ മാറ്റാനാകരുത്. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഫാസ്റ്റിങ്ങും ദൈവത്തെ മാറ്റത്തില്ല. ദൈവത്തിന്റെ കയ്യെ പിടിച്ചിരിക്കാനുള്ള ഒന്നുമല്ല, ദൈവത്തിന്റെ മനസ്സ് മാറ്റാനുള്ള ടെക്നിക്കല്ല ഇത്. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം തരുമായിരിക്കും, അല്ല. അവിശ്വാസമുള്ള തലമുറയുടെ ദൈവം പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസമല്ലാതെ ഈ കൈൻഡ് ഓഫ് ഐറ്റം, ഈ അവിശ്വാസം മാറിപ്പോകത്തില്ല. അവിശ്വാസം മാറണം. നിന്റെ അവിശ്വാസം മാറാൻ നീ പ്രാർത്ഥിക്കുക, നീ ഉപവസിക്കുക. നിന്റെ ശരീരത്തിൽ നിന്നെ ഡോമിനേറ്റ് ചെയ്യാതെ സ്പിരിറ്റ് ഡോമിനേറ്റ് ചെയ്യാൻ നീ ഉപവസിക്കുക. ഹല്ലേലൂയ. മറ്റൊരു ടോപ്പിക് അതിലേക്ക് പോകുന്നു. നമ്മൾ ദൈവത്തോട് യാചിച്ച് പ്ലീഡ് ചെയ്ത് അതിനപ്പുറമായി ദൈവം നമുക്ക് ഇതിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്ന വാക്കുകൾക്ക് അതിനേക്കാൾ ശക്തിയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതിനെ നീ ഭക്ഷിച്ചിട്ട് അതിൽ നിന്ന് നിനക്ക് വരുന്ന ചില പ്രാർത്ഥനകളുണ്ട്, ഡിക്ലറേഷൻസ് ഉണ്ട്. ദാറ്റ് ക്യാരി മച്ച് പവർ. അതിനകത്ത് വലിയ ശക്തിയുണ്ട്. ബുദ്ധി കൊണ്ട് ആലോചിക്കാതെ വിശ്വാസത്താൽ മുന്നോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, യോശുവയും കാലേബും പറഞ്ഞ പോലെ, ദൈവം പറഞ്ഞ വാക്കിന് ദൈവം ഒരു കാര്യം എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആക്സസ് ചെയ്യും. ഈ ഭൂമിയിൽ ചില നിയമങ്ങളുണ്ട്. എല്ലാം നിയമത്തിന്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാം വളരെ വേഗത്തിൽ. എല്ലാം നിയമത്തിന്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ആ നിയമം നിങ്ങൾ ആരാണോ, നിങ്ങളുടെ കളറോ നിങ്ങളുടെ ഉയരമോ ഒന്നും വിഷയമല്ല. നിങ്ങൾ ഏത് രാജ്യക്കാരനോ ഏത് മതക്കാരനായിക്കോട്ടെ, നിയമം കറക്റ്റാണ്. ഗ്രാവിറ്റി, ഇറ്റ്സ് എ ലോ ഓഫ് ഗ്രാവിറ്റി. ശരിയല്ലേ? അതെവിടെ പോയാലും നിങ്ങൾക്ക് നിയമം ബാധകമാണ്. നിങ്ങളിപ്പോൾ വെളുത്തവനായാലും മുകളിലും ചാടി താഴെ വീഴും, കറുത്തവനായാലും മുകളിലും ചാടിയാൽ താഴെ വീഴും. അത് ലോ ഓഫ് ഗ്രാവിറ്റി. ഇറ്റ്സ് എ ഗ്രാവിറ്റി. അതൊരു ലോ ആണ്, ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഭൂമിയിൽ. അങ്ങനെ. എന്നാൽ ഈ ലോയ്ക്ക് മേലെ മറ്റൊരു ലോ ഉണ്ടെങ്കിൽ, ഒരു ഹയർ ലോയും ലോവർ ലോസും ഉണ്ട്. അതായത് ചില ചെറിയ നിയമങ്ങളും അതിൻ്റെ മേൽ വലിയ നിയമങ്ങളുണ്ട്. അതായത് ചെറിയ നിയമങ്ങളെ വലിയ നിയമം വെച്ച് നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണഗതി നമ്മൾ പറയും ഒരു സാധനം മുകളിൽ നിട്ട് കഴിഞ്ഞാൽ താഴേക്ക് വരും. അത് ലോ ഓഫ് ഗ്രാവിറ്റി. പക്ഷെ there is a higher law, law of aerodynamics. അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്രാവിറ്റിയെ മറികടന്നുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പറക്കാൻ പറ്റും. മനുഷ്യൻ സ്പേസിലേക്ക് വരുന്ന പോകുന്നുണ്ട്. സ്പേസ് ഷിപ്പുകൾ ഉപയോഗിച്ചിട്ട്, എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഈ ഗ്രാവിറ്റിയെ മറികടന്ന് ഈ പാലായന പ്രവേഗമൊക്കെ കടന്ന് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും, അതൊക്കെ കഴിഞ്ഞ് ഒരു നിശ്ചിത വേഗതയിൽ പോകുമ്പോൾ ഇതൊക്കെ ഭേദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് there is a higher law. അതുപോലെ വചനം പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ മരണത്തിന്റെ ഒരു നിയമമുണ്ട്, മരണത്തിന്റെ ഒരു പ്രമാണമുണ്ട്. എന്നാൽ അതിൻ്റെ മേൽ ഒരു ജീവന്റെ പ്രമാണമുണ്ട്. ഹല്ലേലൂയ. ആ നിയമം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെതായ ആ ഹയർ ഡയമെൻഷനിലുള്ള ലോ വരുമ്പോൾ താഴത്തെ ലോ എപ്പോഴും സബ്ഡ്യൂ ആവും. നമ്മൾ ഈ ലോയാണ് ആക്സസ് ചെയ്യുന്നത്. ഈ ലോയെ പറയുന്ന ഒരു വചനം വായിച്ചാൽ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. റോമർ 3:27 പറയുന്നുണ്ട്, there is a law of faith എന്ന് എഴുതി. എനിക്കൊന്നും മലയാളത്തിൽ കൃത്യമായിട്ടില്ല, ഇംഗ്ലീഷ് ഭാഷ എഴുതിയിരിക്കുന്നതാണ്. ഇറ്റ്സ് എ ലോ ഓഫ് ഫെയ്ത്ത്. അതായത് വിശ്വാസവും ഒരു ലോയാണ്, ഒരു നിയമമാണ്. അത് ആരിൽ നിന്നല്ല, ഏത് വ്യക്തിക്കും ആപ്ലിക്കബിൾ ആണ്. അബ്രഹാമിന് ആയതുകൊണ്ടല്ല, അബ്രഹാം വിശ്വസിച്ച് അതേ ദൈവം വിശ്വസിക്കുന്ന നിനക്കും അത് കണക്കിടുന്നുണ്ട്. നിനക്കും അതേ ആക്സസ് ഉണ്ട്. നീയും അതേ ഫെയ്ത്തിൽ ഓപ്പറേറ്റ് ചെയ്താൽ നിനക്കും റിസൾട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള എല്ലാ ഭൗതിക ലോയെയും ഭേദിക്കുന്ന ഒന്നാണ് സ്വർഗത്തിന്റെ ലോ. കാരണം കാണുന്നൊക്കെയും താൽക്കാലികമാണ്. നിനക്ക് ഇന്ന് പലരും അങ്ങനെയാണ്, ക്രിസ്ത്യാനിറ്റിയെ പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ചിലരൊക്കെ. നമ്മൾ പ്രൂവ് ചെയ്യാനില്ല, കാരണം നമ്മൾ കാഴ്ചയാലല്ല. ചിലർ പറയുന്നൊരു ടെലസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ സ്വർഗം കണ്ടു. അങ്ങനെ കണ്ട സ്വർഗം കുറച്ച് ദിവസത്തേക്ക് കാണത്തുള്ളൂ, അത് താൽക്കാലികമാണ്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യം. ഹല്ലേലൂയ. there is a higher dimension. മറ്റൊരു തലമാണ്, റലമാണ്, മറ്റൊരു റലം, ഒരു പ്രതലമാണ്. അവിടെ സൗഖ്യം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. എന്തും സ്വർഗത്തിലുള്ള സകല വിശ്വാസം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ ഫെയ്ത്ത് നമുക്ക് ഇതെല്ലാം പ്രാപ്യമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള വേദന അവഗണിക്കുക, ഇല്ലാന്ന് പറയുകയല്ല, പകരം അതിന് മേലെ ദൈവത്തിന്റെ വചനം
ഉദാഹരണത്തിന് പത്രോസ് വയ്ക്കുമ്പോൾ വെള്ളം താണു പോകും. പക്ഷേ ആ താണു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അവിടെ റിലീസ് ചെയ്തു, ദൈവത്തിന്റെ വചനം, വേർഡ് അവിടെ റിലീസ് ചെയ്യപ്പെട്ടു. എന്താണ്? കം. ആ വേർഡിലാണ് പത്രോസ് ചവിട്ടിയത്. അതവിടെ ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണ്. ഇതുപോലെ നമ്മളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിലപ്പോൾ നമ്മൾ താഴെ പോകുമായിരിക്കും. പക്ഷേ ഒരു വേർഡ് നിന്റെ അകത്ത് ഒരു വെളിപ്പാടായി കിട്ടിയ സ്റ്റെപ്പ് വെക്ക്, നീ വീണ്ടും പോകത്തില്ല. ഹല്ലേലൂയ. ദിസ് ഈസ് ദ ലോ ഓഫ് ഫെയ്ത്ത്. നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ ഈ റിയാലിറ്റിയോട് സബ്മിറ്റ് ചെയ്യുമോ അത്രത്തോളം ഈ റിയാലിറ്റി നമ്മളെ ഓവർടേക്ക് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പലപ്പോഴും അല്പസമയം പ്രാർത്ഥിക്കാനിടയ്ക്ക് ഇരിക്കുമ്പോൾ, കുറച്ച് സമയം ദൈവമായിട്ടുള്ള ബന്ധം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ തല നിൽക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ? ഒരു സൂപ്പർമാനൊക്കെ പോലെ തോന്നിയിട്ടുണ്ടോ? വൈ? എന്തുകൊണ്ടാ? ആ പ്രതലം നിങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. കുറച്ച് ദിവസങ്ങൾ മോശെ ദൈവമായിട്ട് സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്തു. മോശെ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്ത് ആ ഗ്ലോറി ഇങ്ങനെ തന്നെ ഇരിക്കുക. അത് ഫെയ്ഡായി വന്നുകൊണ്ടേ താഴോട്ട് വരുമ്പോൾ ഞാൻ പറയാം, നമുക്ക് ഫെയ്ഡ് ആവാത്ത ഗ്ലോറിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സോ അപ്പോൾ കാണുന്നില്ല എന്ന് വെച്ചിട്ട് ഒന്നും ഇല്ല എന്നർത്ഥമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് അൺസീൻ. അത് മറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെ വെളിവരും? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനം അതിൻ്റെ അകത്തൊരു വെളിപ്പാടായി കിട്ടുമ്പോൾ അത് ലൈറ്റാണ്. ആ ലൈറ്റ് അതിനെ പുറത്തു കൊണ്ടുവരും. ശരിയല്ലേ? ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു സാധനം കാണുന്നത്? ഇപ്പം ഞാനിപ്പോൾ ഒരു ചെയർ കാണുന്നത് എങ്ങനെയാണ്? ഞാനിവിടെ നോക്കുമ്പോൾ അതിൻ്റെ മേലടിക്കുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് എൻ്റെ കണ്ണിലേക്ക് വന്ന് അതിനെ ക്യാപ്ചർ ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കാഴ്ചയുണ്ട്, കാണാൻ പറ്റില്ല. അതുപോലെ ദൈവം നമുക്ക് കൂടി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് ഗുപ്തം നിക്ഷേപങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരുപാടുണ്ട്. സദൃശവാക്യം 25 പറയാണ്, കാര്യം മറച്ചു വെക്കുന്നത് കാര്യം മറയ്ക്കുന്ന ദൈവത്തിന്റെ മഹത്വം, അത് ആരാഞ്ഞറിയുന്നത് രാജാക്കന്മാരുടെ മഹത്വം. അപ്പോൾ ദൈവം മറച്ചു വെക്കുന്നത്, ഒരിക്കൽ പറയണ്ടായി, ദൈവം മറച്ചു വെക്കുന്നത് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയല്ല, നമ്മൾ കാണാതിരിക്കാൻ വേണ്ടല്ല, അത് അന്വേഷിക്കുന്നവൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഡിലിജന്റ്ലി നമ്മൾ സീക്ക് ചെയ്താൽ അന്വേഷിപ്പെടുന്ന നിങ്ങൾ കണ്ടെത്തും. ഇതിനകത്ത് ദൈവരായതിൻ്റെ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ ഒത്തിരിപ്പുണ്ട്. ഒരു രഹസ്യമാണ്, നീ സൗഖ്യമാക്കിയിരിക്കുന്നു, നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നീ സൗഖ്യമായവനാണ്. ഈ രഹസ്യം വെറും അറിവായിട്ടിരുന്നാൽ പോരാ, ഇതൊരു വെളിച്ചമായിട്ട്, ഒരു വെളിപ്പാടായി, റെവലേഷനായി നിന്റെ അകത്തേക്ക് കയറുമ്പോൾ നീ കാണാൻ തുടങ്ങും. ചിലതൊക്കെ നിന്റെ കണ്ണൊരു കാഴ്ച വരും. എങ്ങനെ കാണും? നീ നിന്നെ തന്നെ കാണും. ക്യാൻസർ ഫ്രീ ബോഡി, ഐ ആം ഹെൽത്തി, എനിക്കൊരു രോഗവുമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ആ വെളിപ്പാട് നിന്നെ ജീവിപ്പിക്കും. ദൈവം പറഞ്ഞു, എന്റെ ജനം വെളിപ്പാടില്ലാതെ നശിച്ചു പോകുന്നു. അറിവില്ലായ്മ കൊണ്ട് നശിച്ചു പോകുമേ. എന്താ അറിവില്ലായ്മ? ബുദ്ധിയില്ലായ്മയല്ല, വെളിപ്പാടില്ലാതെ, റെവലേഷൻ നോളജ് ഇല്ലാതെ നശിച്ചു പോകുന്നു. എന്താ റെവലേഷൻ നോളജ്? നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ചെല്ലു പറയുവാണ്, ഒരു 2 ദിവസം സൗഖ്യമായില്ലെങ്കിൽ പിന്നെ കാരണം കണ്ടെത്തും. ഇത് ജനറേഷണൽ കഴ്സ്. ഒരു ജനറേഷൻ കഴ്സുമില്ല. എല്ലാ ശാപങ്ങളെയും യേശു തകർത്ത് കളഞ്ഞു. യേശുവിന്റെ പൈതലായ നിന്റെ മേലെ ഇനി ഒരു ശാപത്തിന് ഒരു സ്ഥാനവും ഇല്ല. ചെല്ലു പറയും, അടുത്ത ആള് വച്ചതാ, ആര് വച്ചാ എന്ത്, ആര് വച്ചില്ലെങ്കിൽ എന്ത്, നിന്നെ അത് ബാധിക്കത്തില്ല. ഒരനർത്ഥവും നിന്നെ തൊടത്തില്ല. വചനം പറയുകയാണ്, നിനക്കെതിരെ ഒരായുധവും ഫലിക്കത്തില്ല. ബ്രദറെ, അവര് ചെയ്തതാ. പ്രിയരെ, ഇവര് എന്നാ ചെയ്താല്, എത്ര ലക്ഷം മുടക്കി ചെയ്താലും. ഒരു രാജാവ് ഇങ്ങനെയാ, ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകനെ വിളിച്ചോണ്ട് ശപിക്കാൻ പൈസയെ കൊടുത്ത് കൊണ്ടുപോവാ. അതായത് അക്ഷരാർത്ഥത്തിൽ മന്ത്രവാദം. അതിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവരെ ശപിച്ചേക്കാൻ പറഞ്ഞു. പൈസ കിട്ടുന്ന കാര്യമല്ലേ, ശപിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങോട്ട് വാതുറന്ന് അങ്ങോട്ട് ശപിക്കാൻ കടപട. ഇത് അനുഗ്രഹങ്ങളുടെ ബഹളമാണ്. പുള്ളിക്കാർ എത്ര പറഞ്ഞിട്ടും അനുഗ്രഹം മാത്രമേ വരുന്നുള്ളൂ. ശപിക്കാൻ കൊണ്ടുവന്നവന്റെ ദേഷ്യം വന്നു, എന്നടാ നിനക്ക് പൈസ നേടാ, ഇവിടെ എന്നാ ശരിയാവും, നീ മാറ്, ഈ സ്ഥലത്തിന്റെ പ്രശ്നം, വാ അങ്ങോട്ട് പോവാം, ഒരു സ്ഥലം മാറി നിന്ന് നോക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി, നടക്കുന്നില്ല, ഒരു പരിപാടി നടക്കുന്നില്ല. അവസാനം മന്ത്രവാദി പറഞ്ഞു, പ്രവാചകൻ പറയുക, മന്ത്രവാദി ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായല്ലോ. പ്രവാചകൻ പറയുക, ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം അനുഗ്രഹിച്ചവനെ ആർക്കും ശപിക്കാൻ പറ്റത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കെ ഒരു മന്ത്രവാദത്തിന്, ഒരു ആഭിചാരത്തിന് നിന്റെ മേൽ പറ്റത്തില്ലെന്ന്. അൺലെസ് അതർവൈസ് യു പെർമിറ്റ്. നീ പറയാണ്, അയ്യോ അതെന്നെ അവൻ ചെയ്തതാ,
ഇവൻ ചെയ്ത നീ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒന്നും നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. പണ്ട് ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് ഇപ്പോഴും രസമാണ്. ഒരിക്കലും ഒരു സുവിശേഷ വേലയ്ക്ക് ഒരു മകൻ അവൻ്റെ കാട്ടിലൂടെ പോകുമ്പോൾ സ്ഥിരം പോവുകയാണ്. ഒത്തിരി ദേശങ്ങളിൽ പോയി ഒത്തിരി പേരെ സൗഖ്യമാക്കുന്നു, ഒത്തിരി പേര് ദൈവത്തെ പോയി പറയുന്നു. എനിക്ക് എക്സാക്ട് സ്റ്റോറി എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പോകുന്നതുകൊണ്ട് സ്ഥിരം ഇയാൾ പോണ വഴിയിൽ ഇയാൾക്കെതിരെ ഒരു കൂട്ടം ആളുകൾ കുറെ സാധനം കൊണ്ടുവച്ചു. എന്നൊക്കെ എന്തറിയാവോ? തേങ്ങ, അരി, പിന്നെ എന്തൊക്കെയോ കുറച്ച് പൈസ, ഇങ്ങനെ ഒരു പൂജ ചെയ്ത് കൊണ്ടുവച്ചു. പൂജ വെച്ചു, കുറച്ച് പൂക്കൾ ഒക്കെ വെച്ച്. ഇയാൾ പോണ വഴിയിൽ വെച്ച് ഇയാൾ ക്രോസ് ചെയ്ത അപ്പം എന്തൊക്കെ സംഭവിക്കുന്നതാണ് ഒരു പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ മനുഷ്യനെ വരുക, സാധാരണക്കാരനാണെങ്കിൽ എന്ന് പറയും, ദൈവമേ സംഭവം വച്ചിരിക്കുക എന്ന് പറഞ്ഞ് തിരിച്ചു പോകും അല്ലേ. പക്ഷെ അവനറിയാം, അവനകത്തൊരു വെളിച്ചം വീണ്ടുണ്ടായിരുന്നു, പ്രകാശം വന്നിട്ടുണ്ട്. I am called seated with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ സ്വർഗ്ഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. I am a born again one. ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവൻ, ഞാൻ ദൈവത്തിന് ജനിച്ചവനാണ്. എൻ്റെ ഉള്ളവൻ ലോകത്തെ ഉള്ളവനേക്കാൾ വലിയവൻ. ഓ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ശത്രുവിന്റെ കാൽ കീഴിലാണ്. അവനെ ചവിട്ടുവാൻ എനിക്ക് അവൻ അധികാരം നൽകിയിരിക്കുക. അപ്പോഴുണ്ടാ കുറച്ച് അരിയും പിണ്ണാക്കും കൊണ്ടുവച്ചോണ്ടിരിക്കുക. ചിലർ പറയും മുട്ടയിൽ ചെയ്യും, നല്ല ഓമ്പറ്റ് അടിച്ചെന്നുള്ള ഓമ്പറ്റ് കുരുമുളക് കുറച്ച് കൂലിട്ട് കഴിച്ചോളണം, കിട്ടിയ സന്തോഷം സ്തോത്രം പറഞ്ഞ് കഴിച്ചോളണം. ഒന്നും നിന്നെ ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഈ മകൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇങ്ങനെ നോക്കി, കൊള്ളാം, കുറച്ച് പൈസ എടുത്ത് പുകയിലിട്ടു, തേങ്ങ എടുത്തു, വേറെ എന്താ സാധനം അതും എടുത്തു, ഒരൊറ്റ ചവിട്ടിട്ട് ചാടി അങ്ങ് പോയി. വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു. എന്നിട്ട് അടുത്ത കടയിൽ പോയിട്ട് ഒരു കുബൂസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓർമ്മയില്ല, കുബൂസ് അത് വാങ്ങിച്ച് അതിൽ കഴിച്ചു. വീട്ടിൽ പോയിട്ട് അമ്മ ചോദിച്ചു, മോൻ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളി യാത്ര. ഇന്ന് എനിക്ക് സാത്താൻ ഒരു കുബൂസും കുറച്ച് തേങ്ങയും ഓഫർ ചെയ്തു. ഇതായിരിക്കണം നിന്റെ ആറ്റിറ്റ്യൂഡ്. നിനക്കെതിരെ വരുന്നത് നിന്നെ തകർക്കാനല്ല, നിനക്കന്ന് കറി വെക്കാനുള്ള സാധനമാണ്. ഹല്ലേലൂയ. നിനക്ക് വീട്ടിൽ തേങ്ങ അരക്കയില്ലെങ്കിൽ കൊണ്ട് തരുന്നാന്ന് കാണുകയാ മതിന്നേ, അത്രേ ഉള്ളൂ അവൻ. ഹല്ലേലൂയ. നിനക്കെതിരെ ഒന്നും ഫലിക്കത്തില്ല. നീ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ ഒരു സൃഷ്ടി. നിന്റെ കാൽ കീഴിലുള്ള സാത്താൻ അവൻ നിരായുധനാണ്. അവനെ പരസ്യ കാഴ്ചയായി യേശു കാൽവരി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഇന്ന് ആ ജയത്തിൽ ജീവിക്കാനാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതെന്റെ മെസ്സേജിന്റെ ഭാഗമല്ല, പരിശുദ്ധന്മാർക്ക് കൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുറിച്ചിട്ടോ, നീ ഒന്നിനെയും ഭയക്കരുത്. നിനക്കെതിരെ ആരും ചെയ്തതല്ല, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും ആരുടെയും പ്രവർത്തനമല്ല. നീ അത് നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മേൽ അതിൽ ഒരു സ്ഥാനവുമില്ല. അഥവാ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്തിപ്പറ, ഒന്നും ഫലിക്കത്തില്ല, ഒന്നും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. മന്ത്രവാദം ആയിക്കോട്ടെ, എന്ന സാധനം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് വച്ചവരൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളൂ. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരറിയട്ടെ നീ ആരാണെന്ന്. ഇന്ന് ആ വെളിച്ചം നിന്റെ അകത്ത് വരട്ടെ. നിന്നെ തന്നെ നീ കാണാൻ തുടങ്ങ്, നീ ആരാണെന്ന്. ക്രിസ്തുവിൽ ഞാൻ ആരാണ്. ദ എൻട്രൻസ് ഓഫ് യുവർ വേർഡ്, നിന്റെ വചനത്തിന്റെ എൻട്രൻസ് എനിക്ക് അത് വെളിച്ചം, അതിന് പ്രകാശം തരുന്നു, അതായത് വെളിച്ചം തരുന്നു. ഇപ്പൊ ദൈവത്തിന്റെ വചനം നിങ്ങൾ അകത്ത് വരുമ്പോ നിങ്ങൾ ചില ഏരിയകളൊക്കെ തുറന്നു കിട്ടും, സൗഖ്യം തുറന്നു കിട്ടും. ആ, ഞാൻ സൗഖ്യമായവനാണ്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു വഹിച്ചതിനാൽ ഞാൻ അവനിൽ സമ്പന്നായിരിക്കുന്നു. എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ ശാപമായി മാറിയതുകൊണ്ട് ഇനി എനിക്ക് ഒരു പാരമ്പര്യ ശാപവും ഇല്ല. ചിലർ പറയും പാരമ്പര്യ രോഗമുണ്ടെന്ന് പറയും. നീ പാരമ്പര്യ രോഗിയല്ല, നീ ക്രിസ്തുവിൽ നീ വീണ്ടും ജനിച്ചവനാണ്. നിന്റെ പാരമ്പര്യമൊക്കെ അവിടെ തീർന്നു. നീ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. പപ്പായ്ക്ക് അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടോ നിനക്ക് വരുമെന്നല്ല, കാരണം നീ പുരുഷന്റെ ഇഷ്ടത്തല്ല, ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചിരിക്കുകയാണ്. യു ഹാവ് എ ന്യൂ ബ്രീഡ്, ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടിയാണ്. ഭയം ഇനി വേണ്ട, എടുത്തു കളയണം. വിശ്വാസം നടക്കണം. ഒന്നുമില്ലെന്ന് പറഞ്ഞോ, വിശ്വാസ സ്റ്റെപ്പ് വയ്ക്കണം, ബൈ ഫെയ്ത്ത് സ്റ്റെപ്പ് വയ്ക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് നിന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ. നിന്നോട് നിന്റെ സെൻസസ് പറയും, അയ്യോ കഴിഞ്ഞ ആഴ്ച വന്ന വേദന വീണ്ടും തുടങ്ങുക കേട്ടോ. നീ പറയണം, ബോഡി, ഞാൻ പറയാം, അങ്ങോട്ട് കേട്ടാൽ മതി, എൻ്റെ കർത്താവിൻ്റെ അടിപ്പുഴ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഐ ആം ഹീൽഡ്. അവസാനം ബോഡി നിന്നെ അനുസരിച്ചോളും, നീ ബോഡി അനുസരിക്കേണ്ടി വരത്തില്ല. കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്. ജനത്തെ അനുസരിക്കുന്നത് മരണമാണ്. പക്ഷേ സ്പിരിച്വലി മൈൻഡഡ് ഈസ് ലൈഫ് ആൻഡ് പീസ്. ജീവനും സമാധാനവുമാണ്. അത് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ നടക്കുക, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, എന്ത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞാൽ മതി. കാലേബും ജോശുവയും പറഞ്ഞു,
നമ്മുടെ കയറൂടാ, ഉറപ്പായിട്ടും കയറും. കാരണം അവർ വിശ്വസിച്ചു ദൈവം പറഞ്ഞെങ്കിൽ നമ്മൾ എത്തിയിരിക്കും. മറ്റുള്ളവരെല്ലാരും പറഞ്ഞെന്താ, അയ്യോ വെട്ടിക്കിളികളെ പോലെ തോന്നുക, കേറത്തൂല, പേടിയാ, കേറിയില്ല. അവർ ആ മരുഭൂമിയിൽ നശിച്ചു. അവർക്കും പ്രോമിസ് കിട്ടിയേ, അവർക്ക് വേണ്ടുന്ന ദൈവം ഒരുക്കിയേ, പക്ഷെ അവരത് അനുഭവിച്ചില്ല. കാരണം അവിശ്വാസത്താൽ അവർ ദൈവത്തെ അവരെ ബ്ലസ് ചെയ്യുന്നതെന്നും ലിമിറ്റ് ചെയ്തു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ജനമല്ല. അവരെ കുറിച്ച് ദൈവം പറയുന്ന മത്സരഗ്രഹം എന്നാണ്. ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു. നമ്മൾ മത്സരിക്കുന്നവരാവണ്ട, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നവരായിരിക്കട്ടെ. ദൈവമേ നീ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ തന്നെ. ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ, അത് അങ്ങനെ തന്നെ. ഹല്ലേലൂയ. പ്രവചന വാക്കുകളൊക്കെ കിട്ടിയിട്ടില്ലേ, ഒത്തിരി കിട്ടിയിട്ടില്ലേ? ദൈവമേ നിന്റെ വാക്ക്, നീ വല ഇറക്കാൻ പറഞ്ഞാൽ വല ഇറക്കും, വെള്ളത്തിൽ കാലുവയ്ക്കാൻ പറഞ്ഞാൽ വെള്ളത്തിൽ കാലുവയ്ക്കും. അതായിരുന്നു പത്രോസ്. എന്തും ചോദിക്കരുത്, എങ്ങനെയും ചോദിക്കരുത്, നടക്കട്ടെ. പുരുഷനെ അറിയാതെ ഞാൻ എങ്ങനെ കുഞ്ഞിനെ ദൈവം എന്നാ ഓക്കെ, ഞാൻ റെഡി. ബുദ്ധി കൊണ്ട് ഇതുവരെയും സയൻസിനെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. ദൈവത്താൽ സാധ്യമാണ്. ഇന്നും ഇതുപോലുള്ള മിറക്കിളുകൾ ചെയ്യാൻ ദൈവം റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? അപ്പൊ അർത്ഥം എന്താണ്? ദൈവം അത്ഭുതം ചെയ്യാത്തതല്ല, ദൈവം അത്ഭുതം ചെയ്യുന്നതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റെപ്പുകൾ, നമ്മുടെ വാക്കുകൾ ലിമിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മുന്നിലുള്ള പ്രോമിസ് ലാൻഡുകൾ, നമ്മുടെ മുമ്പിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ കിടക്കുക. പക്ഷെ നമ്മൾ സൈഡിൽ നോക്കി പറയും, പറ്റത്തില്ല, കയറത്തില്ല, കിട്ടത്തില്ല, നടക്കത്തില്ല. നടക്കൂല. മരുഭൂമി തീരും. എന്നിട്ട് പറയും ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു കേട്ടോ, ആ രോഗം ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു എന്നൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തും. ഒരു രോഗവും ദൈവത്തിന്റെ ഇഷ്ടമല്ല. അവന്റെ അടിപ്പിണരാൽ അവൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും അവൻ വഹിച്ചിരിക്കുന്നു. നിന്റെ മേൽ അവൻ രോഗം തരത്തില്ല. നിന്റെ സൗഖ്യം അവന്റെ ഇഷ്ടമാണ്. അത് നീ കണ്ടില്ല എങ്കിൽ നീ ഇന്ന് ഡിക്ലെയർ ചെയ്തോ, ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതം നടക്കട്ടെ, ഞാൻ സൗഖ്യമായിരിക്കുന്നു. ആകും ഇല്ല, ആയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നു അതിലേക്ക് കയ്യിൽ വെച്ചാട്ടെ, അതിലോട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാട്ടെ. പരിശുദ്ധം നിങ്ങൾ ലീഡ് ചെയ്യട്ടെ. നിങ്ങളുടെ സെൻസുകൾ, ഇന്ദ്രിയങ്ങൾ പറയുന്നതിനോട് അതുമായി കേട്ട് ലിമിറ്റ് ചെയ്യാതെ, ദൈവത്തെ ലിമിറ്റ് ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പൂർണ്ണമായും പ്രവർത്തിപ്പാനുള്ള അനുവാദത്തെ കൊടുത്താട്ടെ. അബ്രഹാമിനെ പോലെ തൻ്റെ ശരീരം പറയുന്നത് കേൾക്കാതെ ദൈവം പറഞ്ഞ ദൈവം അത് ചെയ്തു നൽകുവാൻ വിശ്വസ്തനാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയതല്ലേ. നമുക്ക് നമ്മുടെ സർവശക്തനായ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ശരീരത്തിലെ രോഗം എന്തു തന്നെയായാലും അതിനോട് പറയുക, ശരീരമേ സൗഖ്യമായിരിക്കുന്നു, നീ ഓൾറെഡി സൗഖ്യമായതാണ്, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയതാണ്. ആ ജീവൻ നടക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ.